തമിഴകത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരധ്യായം കുറിച്ചുകൊണ്ട് ജോസഫ് വിജയ് എന്ന സിനിമാ ലോകത്തെ ദളപതി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റിരിക്കുകയാണ്. സിനിമയിൽ കോടിക്കണക്കിന് രൂപ പ്രതിഫലം വാങ്ങിയിരുന്ന ഒരു സൂപ്പർ താരം ജനസേവനത്തിനായി ഭരണ സ്ഥിരാകേന്ദ്രമായ സെന്റ് ജോർജ് ഫോർട്ടിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ശമ്പളം എത്രയായിരിക്കും? ഈ ചോദ്യത്തിന് പിന്നിലെ ഉത്തരം കേവലം ഒരു സാമ്പത്തിക കണക്ക് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാരത്തിൻ്റെയും സേവനത്തിൻ്റെയും വൈരുദ്ധ്യങ്ങളെ കൂടി വരച്ചു കാട്ടുന്ന ഒന്നാണ്. സിനിമയിൽ ഒരു പ്രോജക്റ്റിനായി 100 കോടിയിലധികം രൂപ പ്രതിഫലം കൈപ്പറ്റിയിരുന്ന വിജയ് ഇനി വരും നാളുകളിൽ തമിഴ്നാട് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു സാധാരണ ശമ്പള സ്കെയിലിലേക്ക് മാറുകയാണ്. ഈ മാറ്റം രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്ന പല പ്രമുഖരുടെയും സാമ്പത്തികമായ ത്യാഗങ്ങളുടെയും അതോടൊപ്പം അവർക്ക് ലഭിക്കുന്ന മറ്റധികാര ആനുകൂല്യങ്ങളെയും കുറിച്ച് വിശദമായ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ എന്ന നിലയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് പ്രതിമാസം ലഭിക്കുന്ന ആകെ ശമ്പളം 2,85,000 രൂപയാണ്. ഇതിൽ 2,05,000 രൂപ അടിസ്ഥാന ശമ്പളവും ബാക്കി തുക മറ്റ് അലവൻസുകളുമായാണ് കണക്കാക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയുടെ ശമ്പളം ഒരു ഇടത്തരം നിരക്കിലാണ് നിൽക്കുന്നതെന്ന് കാണാം. ഈ ശമ്പള നിരക്ക് വെച്ച് നോക്കുമ്പോൾ അടുത്ത 5 വർഷത്തെ ഭരണം വിജയ് പൂർത്തിയാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആകെ തുക എത്രയായിരിക്കുമെന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ്. പ്രതിമാസം ലഭിക്കുന്ന 2,85,000 രൂപ വെച്ച് കണക്കാക്കിയാൽ ഒരു വർഷം അദ്ദേഹത്തിന് ലഭിക്കുന്നത് 34,20,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന് ആകെ ലഭിക്കുന്ന ശമ്പളം വെറും 1,71,00,000 രൂപ മാത്രമായിരിക്കും. ഈ തുക കേൾക്കുമ്പോൾ ഒരുപക്ഷെ സാധാരണക്കാർക്ക് വലുതായി തോന്നിയേക്കാം. എന്നാൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വരെ തൻ്റെ ഒരു സിനിമയ്ക്കായി 100-200 കോടി രൂപ പ്രതിഫലം വാങ്ങിയിരുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ തുച്ഛമായ ഒരു തുകയാണ്. 5 വർഷം രാവും പകലുമില്ലാതെ ഒരു വലിയ സംസ്ഥാനത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്നതിന് അദ്ദേഹത്തിന് ലഭിക്കുന്ന ആകെ തുക തൻ്റെ മുൻകാലത്തെ ഒരു സിനിമയുടെ പ്രതിഫലത്തിൻ്റെ 100% പോലുമില്ല എന്നത് ഏറെ കൗതുകകരമാണ്. ഇത് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ള വ്യക്തികൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പണത്തിന് വേണ്ടിയല്ല, മറിച്ച് ജനസേവനത്തിനും അധികാരത്തിലൂടെ സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും വേണ്ടിയാണെന്നതാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ പദവി എന്നത് കേവലം ഈ പ്രതിമാസ ശമ്പളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. പണത്തേക്കാൾ ഉപരിയായി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ വളരെ വലുതാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ വിജയ്ക്ക് ഇനി മുതൽ ചെന്നൈയിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ഔദ്യോഗിക ആഡംബര വസതി ലഭിക്കും. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളിലൊന്നായ Z+ കാറ്റഗറി സുരക്ഷയും അദ്ദേഹത്തിന് നൽകപ്പെടും. പ്രത്യേക പരിശീലനം ലഭിച്ച കമാൻഡോകൾ ഉൾപ്പെടുന്ന ഒരു വലിയ സുരക്ഷാ വലയം എപ്പോഴും അദ്ദേഹത്തിന് ചുറ്റുമുണ്ടാകും. യാത്രകൾക്കായി അത്യാധുനിക വാഹനങ്ങളുടെ ഒരു നീണ്ട വ്യൂഹം തന്നെ അദ്ദേഹത്തിന് ലഭ്യമാണ്. കൂടാതെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നടത്തുന്ന വിമാന, ട്രെയിൻ യാത്രകൾക്കുള്ള പൂർണ്ണ ചെലവുകളും സർക്കാർ തന്നെയാണ് വഹിക്കുന്നത്. ചുരുക്കത്തിൽ തൻ്റെ ഔദ്യോഗിക ചുമതലകൾ യാതൊരു തടസ്സവുമില്ലാതെ നിർവഹിക്കുന്നതിനാവശ്യമായ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും യാത്രാ സംവിധാനങ്ങളും സർക്കാരിൻ്റെ ചിലവിൽ അദ്ദേഹത്തിന് ലഭിക്കും. ഇത് മുഖ്യമന്ത്രി എന്ന പദവിയുടെ അന്തസ്സും അധികാരവും നിലനിർത്താൻ അത്യന്താപേക്ഷിതവുമാണ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഓരോ സംസ്ഥാനത്തെയും നിയമസഭകൾക്കാണ് തങ്ങളുടെ ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും ശമ്പളം നിശ്ചയിക്കാനുള്ള അധികാരമുള്ളത്. ഇതിനാലാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ ശമ്പളത്തിൽ ഇത്ര വലിയ അന്തരങ്ങൾ കാണാൻ കഴിയുന്നത്. രാജ്യത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രി തെലങ്കാനയിലാണുള്ളത്. പ്രതിമാസം ഏകദേശം 4,10,000 രൂപയാണ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ വേതനം. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയും നിയമസഭ പാസാക്കിയ പ്രത്യേക ബില്ലുകളുമാണ് ഈ ഉയർന്ന ശമ്പളത്തിന് കാരണം. തെലങ്കാനയ്ക്ക് തൊട്ട് പിന്നാലെ വരുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഡൽഹി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവയാണ്. ഡൽഹി മുഖ്യമന്ത്രിക്ക് പ്രതിമാസം 3,90,000 രൂപ ശമ്പളമായി ലഭിക്കുമ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്ക് 3,65,000 രൂപയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് 3,40,000 രൂപയുമാണ് പ്രതിമാസ വേതനമായി ലഭിക്കുന്നത്. മറുവശത്ത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളം കൈപ്പറ്റുന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാൾ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ ത്രിപുരയിലേതാണ്. അവിടെ മുഖ്യമന്ത്രിക്ക് പ്രതിമാസം ലഭിക്കുന്നത് ഏകദേശം 1,05,000 രൂപ മാത്രമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾ പൊതുവെ തങ്ങളുടെ ജനപ്രതിനിധികൾക്ക് കുറഞ്ഞ വേതനമാണ് നൽകി വരുന്നത്. ഈ അന്തരങ്ങൾ പലപ്പോഴും ദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട്. തുല്യമായ ഉത്തരവാദിത്തങ്ങളും സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്ന വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള ഈ വലിയ ശമ്പള വ്യത്യാസം ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനങ്ങളിലെ സവിശേഷതകളിൽ ഒന്നുകൂടിയാണ്. നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശമ്പളവും ഈ അവസരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കേരള മുഖ്യമന്ത്രിയുടെ പ്രതിമാസ ശമ്പളം ഏകദേശം 1,85,000 രൂപയാണ്.
അടിസ്ഥാന ശമ്പളവും വിവിധ അലവൻസുകളും ഉൾപ്പെടുന്നതാണ് ഈ തുക. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മൊത്തം ശമ്പളമായ 2,85,000 രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരള മുഖ്യമന്ത്രിയേക്കാൾ കൃത്യം 1 ലക്ഷം രൂപ അധികമാണ് വിജയ്ക്ക് പ്രതിമാസം ലഭിക്കുന്നത്. അടിസ്ഥാന ശമ്പളത്തിന്റെ കാര്യത്തിൽ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമില്ലെങ്കിലും DA, യാത്രാബത്ത, മറ്റ് അലവൻസുകൾ എന്നിവയിലെ വ്യത്യാസമാണ് ഈ 1 ലക്ഷം രൂപയുടെ അന്തരത്തിന് പ്രധാന കാരണം. രണ്ട് സംസ്ഥാനങ്ങളുടെയും സാമ്പത്തിക നയങ്ങളും നിയമസഭകളുടെ തീരുമാനങ്ങളും ഈ ശമ്പള ഘടനയെ നിർണ്ണയിക്കുന്നത്. എങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൊതുവെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും മാന്യമായ വേതനം ഉറപ്പുവരുത്തുന്നതിൽ ശ്രദ്ധിക്കാറുണ്ട്. വിജയുടെ സാമ്പത്തിക പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും കരുതിയിരിക്കുന്നത് അദ്ദേഹമായിരിക്കും തമിഴ്നാട് നിയമസഭയിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്നാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം അദ്ദേഹത്തിന്റെ ആകെ ആസ്തി ഏകദേശം 648 കോടി രൂപയാണ്. സിനിമാ അഭിനയം, പരസ്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ എന്നിവയിലൂടെയാണ് അദ്ദേഹം ഇത്രയും വലിയ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ സത്യത്തിൽ തമിഴ്നാട് നിയമസഭയിലെ ഏറ്റവും വലിയ സമ്പന്നൻ വിജയ് അല്ല എന്നതാണ് കൗതുകകരമായ മറ്റൊരു വസ്തുത. ആ സ്ഥാനം അലങ്കരിക്കുന്നത് തിരുച്ചിറപ്പള്ളി ജില്ലയിലെ ലാൽഗുഡി മണ്ഡലത്തിൽ നിന്ന് AIADMK ടിക്കറ്റിൽ വിജയിച്ച ലീമ റോസ് മാർട്ടിൻ എന്ന വനിതാ MLA ആണ്. ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ ഭാര്യയാണ് ലീമ റോസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലം പ്രകാരം ലീമയുടെയും ഭർത്താവിൻ്റെയും കൂടി ആകെ ആസ്തി 5,863 കോടി രൂപയാണ്. ഇത് വിജയുടെ മൊത്തം ആസ്തിയേക്കാൾ ഏകദേശം 9 മടങ്ങ് അധികമാണ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസിന്റെ റിപ്പോർട്ട് പ്രകാരം തമിഴ്നാട് നിയമസഭയിലെ ഏറ്റവും ധനികയായ വ്യക്തിയും ഇവർ തന്നെയാണ്. 139 കോടി രൂപയുടെ ജംഗമ വസ്തുക്കളും 910 കോടി രൂപയുടെ സ്ഥാവര വസ്തുക്കളുമാണ് ഇവരുടെ പേരിൽ മാത്രമായുള്ളത്. ഇതിനു പുറമെ 19 കിലോഗ്രാമിലധികം സ്വർണം, 1217 ക്യാരറ്റ് വജ്രം, 131 കിലോ വെള്ളി, കോടികൾ വിലമതിക്കുന്ന അത്യാധുനിക കാറുകളുടെ വലിയ ശേഖരം എന്നിവയെല്ലാം ഇവരുടെ ആസ്തിയുടെ ഭാഗമാണ്. തമിഴ്നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന എണ്ണമറ്റ ഭൂസ്വത്തുക്കളും വാണിജ്യ കെട്ടിടങ്ങളും ഇവർക്കുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ TVKയുടെ സ്ഥാനാർത്ഥിയായ KP കൃഷ്ണനെ 2739 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് ലീമ റോസ് നിയമസഭയിലേക്ക് എത്തിയത്. വിജയ് എന്ന സൂപ്പർ താരത്തിന്റെ സാന്നിധ്യമുണ്ടായിട്ടും രാഷ്ട്രീയത്തിൽ സമ്പത്തിന്റെ സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് ഈ കണക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ കോടികളുടെ പ്രതിഫലത്തിൽ നിന്നും ലക്ഷങ്ങളുടെ ശമ്പളത്തിലേക്കുള്ള വിജയുടെ മാറ്റം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ യഥാർത്ഥ മൂല്യം അളക്കപ്പെടുന്നത് അവർ കൈപ്പറ്റുന്ന ശമ്പളത്തിൻ്റെയോ അവരുടെ ബാങ്ക് ബാലൻസിൻ്റെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവർ ജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളുടെയും അവരുടെ ഭരണ പാടവത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അധികാരത്തിൻ്റെ ഉന്നത ശൃംഗങ്ങളിരിക്കുമ്പോഴും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും വിജയ്ക്ക് കഴിയുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. വരും വർഷങ്ങളിൽ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹം തൻ്റെ ശമ്പളത്തിനപ്പുറമുള്ള വലിയൊരു വിലയേറിയ മാറ്റം കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. രാഷ്ട്രീയം എന്നത് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമല്ല, മറിച്ച് ചരിത്രത്തിൽ തൻ്റേതായ ഒരു അടയാളം രേഖപ്പെടുത്താനുള്ള അവസരമാണെന്ന് തെളിയിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.